ആധുനിക സാങ്കേതിക വിദ്യയെ മലയാളി ആവേശത്തോടെയാണ് ആശ്ലേഷിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഒരുപക്ഷെ നമ്മുടെ ഭാവനയെ കരിപ്പിടിപ്പിക്കുകയും അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ള ഉപഭോഗത്തിന് വിധേയമാവുകയും ചെയ്തിട്ടുള്ള ഒരു വസ്തുവാണ്. ഒരുപക്ഷെ ഇത്രത്തോളം വിസ്തൃതമായ ഉപയോഗം നടക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകില്ല. ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഒരു കണക്കിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതാണ്. ഗുണപരമായിട്ടുള്ള സ്വാധീനത്തെക്കാൾ പലപ്പോഴും ദോഷകരമായിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ പ്രത്യാഘാതം അത് ചെലുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. മൊബൈൽ ഫോണുകൾ പ്രണയം സൃഷ്ടിക്കുന്നു, ആത്മഹത്യകൾ സൃഷ്ടിക്കുന്നു, അത് സംബന്ധിച്ചുള്ള കോലാഹലങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ക്രോസ് ഫെയർ ചർച്ചയ്ക്കെടുക്കുന്നത്. ഒരുപക്ഷെ ഈ വിഷയത്തിന് അനന്തമായിട്ടുള്ള തലങ്ങളുണ്ടാകാം. എന്നാൽ കഴിയാവുന്നത്ര വശങ്ങളെ പ്രതലങ്ങളെ കൂട്ടിയിണക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് എസ്എഫ്ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം സിന്ധു ജോയ്, കേരളത്തിൽ സൈബർ സെല്ലിന്റെ മേധാവി, അതുപോലെ തന്നെ ഉത്തരമേഖല IG ശ്രീ ടോമിൻ തച്ചങ്കരി, എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ AG ഒലീന, മനോരോഗ വിദഗ്ധൻ ഡോക്ടർ PM മാത്യു വെല്ലൂർ. തച്ചങ്കരി, താങ്കളിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞേക്കുകയാണ്. തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ്, താങ്കളുടെ തെറ്റുകൊണ്ടല്ല, മറിച്ച് മറ്റ് പലരുടെയും തെറ്റുകൊണ്ടുണ്ട്. എന്താണ് താങ്കളുടെ അനുഭവം ഇത് സംബന്ധിച്ച്? ഇന്ത്യയിലെ ഓരോ മാസവും ഏതാണ്ട് 1.5 കോടി മൊബൈൽ ഫോൺ വരുന്നുണ്ടെന്നാണ് പുതിയ കണക്ക്. കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ 2 കോടി മൊബൈൽ ഫോൺ ഇപ്പോൾ ഉണ്ട്. ഈ 2 കോടി മൊബൈൽ ഫോണുകളിൽ ഏതാണ്ട് 90% ക്യാമറ ഉള്ള ഫോണുകളാണ്. ഈ ക്യാമറ ഉള്ള ഫോണുകൾ ക്യാമറ ഉപയോഗിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതിനകത്ത് 1% ആളുകളിൽ ഇത് ദുരുപയോഗം ചെയ്താൽ അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് ഊഹിക്കാവുന്നതുള്ളൂ. ഇപ്പോൾ സൈബർ സെല്ല്, ഹൈടെക് സെല്ല്, സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ 3ന്റെയും മേധാവി എന്നുള്ള നിലയിൽ ഓരോ ദിവസവും 4നും 5നും ഇടയ്ക്ക് പരാതികൾ ഈ ഫോണിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ വരുന്നതിന് തൊട്ട് മുമ്പ് പോലും വടകരയിൽ നിന്ന് ഒരു പെൺകുട്ടി, 22 വയസ്സുള്ള പെൺകുട്ടി വിളിച്ചിട്ട് അവളെ ഒരു വിറ്റ് ഇങ്ങനെ കാണുന്നു, അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നു, എന്റെ ആണോ എന്ന് ഉറപ്പില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ മൊബൈൽ ഫോൺ വെച്ചിട്ടുള്ള ദുരുപയോഗം നമ്മളാരും ഇപ്പോൾ കാണാത്ത വിധത്തിൽ വളരെ വിസ്തൃതമാണ്. ടോമിൻ, പ്രസിദ്ധരായിട്ടുള്ള അഭിനേതാക്കളുടെ പോലും ഇതുപോലുള്ള ദൃശ്യങ്ങൾ കമ്പ്യൂട്ടറുകളിലൂടെയും അല്ലെ ഇന്റർനെറ്റിലൂടെയും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് രക്ഷയില്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് രക്ഷയുണ്ടാവുമോ? ഈ പൊതു ഉപയോഗ സ്ഥലങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് റെസ്റ്റ് റൂമുകൾ, ബാത്റൂമുകൾ, അതുപോലെ തന്നെ ഓഫീസുകളിലെ ബാത്റൂമുകൾ, അവിടെയൊക്കെ ഈ ക്ലോസറ്റിനടുത്തും ഫ്ലഷിനടുത്തും മൊബൈൽ ക്യാമറ വെച്ചിട്ടുള്ള പല കേസുകളും ഞങ്ങളുടെ മുമ്പിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഉപയോഗം കൂടുന്നതോടൊപ്പം ഇത് ഈ ഇന്റർനെറ്റിലേക്ക് കയറ്റി, ബ്ലോഗുകളിലേക്ക് കയറ്റി ലോകത്തിലേക്ക് എല്ലായിടത്തും വ്യാപിപ്പിക്കുന്ന രംഗമാണ് കാണുന്നത്. ഇന്റർനെറ്റ് കഫേകൾ ബേസ് ചെയ്തിട്ടാണ് ഈ കുറ്റകൃത്യങ്ങളുടെ വ്യാപനം ഈ മൊബൈൽ ഫോൺ കൂടാതെ ഉണ്ടാകുന്നത്. അപ്പോഴേ ഒരു ഇന്റർനെറ്റ് കഫേ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണിന്റെ തന്നെ ഒരു മെമ്മറി കാർഡ് കൊടുത്താൽ 2GB 4GB ആണെങ്കിൽ അതിൽ എത്രയോ നീളത്തിലുള്ള വീഡിയോ ആണ് കയറ്റാൻ കഴിയുന്നത്. ഈ വലിയ താരങ്ങളുടെ തന്നെ കേസുകളിൽ മോർഫിംഗ് ആണോ എന്ന് പറഞ്ഞുള്ള പരാതികൾ വരാറുണ്ട്. ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഈ വീഡിയോയിൽ മോർഫിങ്ങുകൾ അത്ര കാണാറില്ല. ഇമേജ് ആയിട്ട് വരുന്നിടത്താണ് മോർഫിംഗ് ഉള്ളത്, ഈ പിക്ചറായിട്ട് വരുന്നിടത്ത്. അപ്പൊ വീഡിയോയിൽ മോർഫിംഗ് ചെയ്യാനുള്ള ടെക്നോളജി ഈ പറയുന്ന സാധാരണക്കാരുടെയിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകളിലോ ഇല്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പെൺകുട്ടികൾ വന്നിട്ട് ഇത് മോർഫിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മോർഫിംഗ് ആണോ അല്ല ഇതിനെക്കുറിച്ച് ചോദിച്ച് അവരെ വിഷമിപ്പിക്കാറില്ല. മറിച്ച് അവർക്കത് അവരുടെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അല്ലാതെ വ്യാപിപ്പിക്കാതിരിക്കാൻ, ഇന്റർനെറ്റിലേക്ക് കയറി ബ്ലോഗുകളിലേക്ക് പോകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഒരാഴ്ചയായി സൈബർ സെല്ലിന്റെ ഇത്തരം പരിപാടികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഒത്തിരി കുട്ടികൾ ഞങ്ങളോട് ഇപ്പോൾ ഈ വിവരങ്ങൾ പറയുകയും ഒരുപക്ഷെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പരസ്പരം നോ പറയാൻ പറ്റാത്ത അവസരത്തിൽ ആ സമയത്ത് ഞങ്ങൾ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഞാനിത് ആരെയും കാണിക്കത്തില്ല, നമുക്ക് വേണ്ടി മാത്രമുള്ളതാ എന്നുള്ള നിലയിൽ വിശ്വസിപ്പിച്ച് അവളെ ചിത്രങ്ങൾ എടുത്താൽ
എടുത്താലും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന സ്നേഹമുള്ള ഒരിടത്തും ഇതുപോലെയുള്ള ചിത്രങ്ങൾ എടുക്കാൻ ഉള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാകില്ല. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അകലുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഇവന്റെ ഭാഗത്തു നിന്ന് അവിടെ സ്കൂളിൽ പോകുമ്പോൾ പല സ്കൂളുകളിലും ഈ ഫോൺ അകത്ത് കയറ്റിക്കൊണ്ടെന്ന് അവിടെ കടകളെ വെച്ചിട്ടു സുഹൃത്തുക്കളെ ഏൽപ്പിക്കും. അങ്ങനെ ഒരു ഫോൺ കൈ കിട്ടിയ ഉടനെ അവർ ബ്ലൂടൂത്തിലൂടെ ഉടനെ നിങ്ങൾക്ക് മാറ്റുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് 3G ടെക്നോളജി വന്നു. ഇനി ബ്ലൂടൂത്തിന്റെ പോലും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സീനുകൾ ആരെങ്കിലും ഈ പരിപാടി കാണുന്ന ആരെങ്കിലും പെൺകുട്ടികളുടെ ഭാഗത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ അടുത്ത സൈബർ സെല്ലിനെ പോലീസിനെ അറിയിക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റി അറിയിക്കാതെ തന്നെ ഞങ്ങളത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് പറയാം. എന്തായാലും എനിക്ക് തോന്നുന്നു തച്ചങ്കരിയുടെ ജോലിഭാരം ഇനി വരും ദിവസങ്ങളിൽ വർദ്ധിക്കാൻ പോവുകയാണ്. എന്താ കാരണം വെച്ചാൽ ഈ ടെക്നോളജി സർവ്വവ്യാപിയായി കൊണ്ടിരിക്കുകയാണ്. 3G വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോണുകളുടെ എണ്ണവും പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളും പെരുകുന്നു. ഒലിന, എന്താണ് ഇതൊരു ഈ പറഞ്ഞ പോലെ കൗതുകത്തിന് തുടങ്ങുന്നതാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റ് വികസിത രാജ്യങ്ങൾ ഇത് എങ്ങനെയാണ്, നമ്മുടെ പക്വതയില്ലായ്മ കൊണ്ടാണോ, അതായത് പെൺകുട്ടികൾ പെട്ടെന്ന് ഈസി പ്രേ ആകുന്നതുകൊണ്ടാണോ? എന്താ താങ്കളുടെ ഒരു അഭിപ്രായം? നമ്മുടേതിപ്പോ ഒരു വെർച്വൽ കമ്മ്യൂണിറ്റിയായി മാറുകയാണ്. ഒരു വെർച്വൽ കമ്മ്യൂണിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് സുഖസൌകര്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി ഇത് കാണും. പക്ഷെ തുടക്കത്തിൽ പറയാനുള്ളത് ഒന്നുമല്ല, ഏത് ടെക്നോളജിയെയും ഇപ്പൊ ടെക്നോളജിയെ കൈനീട്ടി സ്വീകരിക്കുമ്പോൾ ആ ടെക്നോളജിക്ക് ഒരു മുന്നൊരുക്കം വേണമെന്നുള്ളതാണ്. ഏത് യന്ത്ര സരസ്വതിയെ സ്വീകരിക്കുമ്പോഴും അതിനെ പാകപ്പെടുത്തുന്ന ഒരു സാംസ്കാരികമായ ഒരു അവസ്ഥ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ഒരു മുന്നൊരുക്കം നടത്താതെ ഇതിനെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചതിന്റെ ഒരു വിപത്ത് ഇപ്പം മലയാളി സമൂഹം അനുഭവിക്കുന്നു. വേറൊന്ന് കാണേണ്ടത്, ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം അല്ലെങ്കിൽ സെല്ലുകളുടെ ഉപയോഗം, ഏത് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മലയാളി മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും ലോകത്തെമ്പാടും ഉപയോഗിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് ആൺപെൺ ബന്ധത്തെ അല്ലെങ്കിൽ പ്രണയം പോലുള്ള ഏറ്റവും മൌലിക വികാരത്തെ പോലും ദുരുപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ സങ്കേതത്തെ ഉപയോഗിക്കുന്നതെന്ന് കാണേണ്ടത് യഥാർത്ഥ പ്രണയം ആയിരിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ആൺപെൺ സൌഹൃദത്തെക്കുറിച്ച് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ ലൈംഗികതയെക്കുറിച്ച് ഒക്കെയുള്ള നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട്, അവിടെ പെണ്ണിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു കാഴ്ച, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പക്ഷെ നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ സമൂഹവും പക്വത ആർജിക്കാൻ വേണ്ടി സാങ്കേതിക വിദ്യ കാത്തു നിൽക്കില്ല. അതിന്റെ വരവ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ ഇല്ല. അതുകൊണ്ടാണ് അതാ പറയുന്നത്, നമുക്കൊരു സാംസ്കാരിക മുന്നൊരുക്കം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പാകപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഏത് പുരോഗതിയെയും, അത് മലയാളി സമൂഹത്തിന്റെ പ്രത്യേകത, ഏത് പുരോഗമനങ്ങളെയും, മർത്യസൗന്ദര്യങ്ങൾ പെറ്റ മക്കളല്ലേ പുരോഗമനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത്തരം പുരോഗമനങ്ങളെയൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ അതിന് നമ്മൾ പാകപ്പെടുന്നതിന് മുമ്പ്, അത് ഒരുപക്ഷെ അതിന് തയ്യാറെടുപ്പില്ലാതെ ഇത് ഏറ്റുവാങ്ങുമ്പോൾ ഇത് ഏത് സമൂഹമാണ്, ഏത് ഏജ് ഗ്രൂപ്പാണ് ഇതിന് ബലിയാടാവുന്നതെന്ന് കാണിച്ചു.